പ്രദീപേട്ടാ, നൈറ്റ് ഡ്രൈവാണ്. ഒറ്റ സ്ട്രെച്ചിന് അവിടെ വരെ ഡ്രൈവ് ചെയ്യാനൊന്നും നിൽക്കരുത് കേട്ടോ. ഇടയ്ക്ക് നിർത്തി മുഖം കഴുകി ചായയൊക്കെ കുടിക്കണം കേട്ടോ പറഞ്ഞത്. കേട്ടു കേട്ടു. വണ്ടി കയറി വണ്ടി കയറി പെട്ടെന്ന് പോവാ. ജ്ഞാനസ്നാനം കഴിപ്പിച്ചു കൊടുത്ത് ഞാനല്ലേ രാജേഷേ. അപ്പൊ പിന്നെ വാഴ്ത്തപ്പെട്ടില്ലെങ്കിലല്ലേ അൽപ്പിച്ചു കൊടുത്തു. നീ കണ്ട അവള് പോസ്റ്റ് ചെയ്ത വീഡിയോ? കണ്ടു. പിന്നെ അതിൽ നിന്നെ പറ്റി അവള് പറഞ്ഞു കേട്ടില്ലേ? പിന്നെ റിവെഞ്ച് ഈസ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ് അല്ലേ? വരട്ടടാ, ആര് വേണേലും വരട്ടെ. സ്നേഹിക്കുന്നയാൾക്കൊരു സെൽഫി, ഒരേ ഒരു സെൽഫി എടുത്ത് അയച്ചു തരാൻ പറഞ്ഞപ്പോൾ പേടിയാണെന്ന് പറഞ്ഞത് പിന്നെ വിശ്വാസം കൂടിയതുകൊണ്ടായി അല്ലേ? അതിന് ചോദിച്ചത് മര്യാദക്കുള്ള സെൽഫി ഒന്നും അല്ലല്ലോ. ഒരല്പം മാനേഴ്സ് ഉള്ള ആളായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും ചോദിക്കില്ല. ഐ എം ഷുവർ. എന്നാ പിന്നെ അങ്ങനെ തന്നെ വിചാരിച്ചോ നീ? ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതിൻ്റെ പേരിൽ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഡീആക്ടിവേറ്റ് ചെയ്യാനോ മൊബൈൽ നമ്പർ മാറ്റാനോ സൊസൈറ്റിയെ പേടിച്ച് വീട്ടിലിരിക്കാനോ ഒന്നും ഞാൻ തയ്യാറല്ല. ബിക്കോസ് ഐ വോണ്ട് ടു ലിവ് മൈ ലൈഫ് ആൻഡ് യു ക്യാൻ ഓൾവേസ് കണക്ട് മീ ഹിയർ. ഇറ്റ്സ് മീ സ്റ്റെഫി ജേക്കബ് സൈനിങ് ഔട്ട്. ആളെയാണ് തട്ടിയിട്ടുള്ളത്. എന്താ ചെയ്യാ? നീ വണ്ടി എടുത്ത് ആരും കണ്ടിട്ടില്ലടാ, നിർത്തി പണിയോട്ടാ. ഇവരിങ്ങനെ നടുറോട്ടി കിടത്തിട്ട് പോയ പ്രശ്നം. വേഗം ഇറങ്ങ്, വേറെ വണ്ടിക്കാർ വരുന്നതിന് മുമ്പ് മാറ്റി കിടത്താം. വേഗം അവരെവിടെ? ഇവിടെ കിടന്നിരുന്നല്ലേ, ഇപ്പൊ കാണാലോ. ഇത് പ്രശ്നട്ടാ, ഇവിടെ നിക്കണ്ട. വണ്ടി കയറി വേഗം കേറാ. വണ്ടി എടുക്കടാ, പെട്ടെന്ന് പോവാ. എടാ ഞാൻ ഇറങ്ങാ. അല്ലല്ല കാരണ. പ്രദീപേട്ടാ, നൈറ്റ് ഡ്രൈവാണ്. ഒറ്റ സ്ട്രെച്ചിന് അവിടം വരെ ഡ്രൈവ് ചെയ്യാനൊന്നും നിൽക്കരുത് കേട്ടോ. ഇടയ്ക്ക് നിർത്തി മുഖം കഴുകി ചായയൊക്കെ കുടിക്കണം കേട്ടോ പറഞ്ഞത്. ഓ കേട്ടു. കള്ളന്മാരും പ്രദീപേട്ടനും മാത്രമേ ഇങ്ങനെ രാത്രി കിടന്ന് കറങ്ങുന്നുണ്ടാവുള്ളൂ. പിന്നെ നാളെ ഒരു 10 മണിയാവുമ്പോൾ നമ്മുടെ വാട്ടർ പ്യൂരിഫയറിൻ്റെ ഫിൽറ്റർ മാറ്റാൻ ഒരാൾ വരും. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഉണ്ടാവണം കേട്ടോ. ഞാൻ പിന്നെ എവിടെ പോവാനാ പ്രദീപേട്ടാ? എന്നാ ശരി. ഓക്കെ. പ്രദീപേട്ടാ, ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഉറക്കം വന്നാ സിഗരറ്റ് വലിക്കാനൊന്നും നിൽക്കണ്ട. എന്നെ വിളിച്ചാൽ മതി, നമുക്ക് സംസാരിച്ചിരിക്കാം. എന്നിട്ട് വേണം നിന്റെ കൂർക്കം വലി കേട്ടിട്ട് എൻ്റെ ഉറക്കം വരവ് കൂടാൻ. പോ അവിടുന്ന്. നീ പോയി കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. ടേക്ക് കെയർ.
അതിന്റെ ആവശ്യം വേണ്ടി വരില്ല. അതുക്കും മേലെ ഹസ്ബൻഡ് ഈസ് നോട്ട് ഹിയർ മൈ ബോയ്. പിന്നെ അപ്പൊ യോശു ആണ് നാട്ടിലെ സകലമാന ആമ്പിള്ളേരെയും വഴിതെറ്റിക്കുന്ന കക്ഷി അല്ലേ? ഹലോ ഹലോ ഹലോ, SI ബിജോയ് സാറല്ലേ? അതെ, ആരാ? സാറേ, ഞാൻ ഈ കുരിയച്ചിറ ഭാഗത്ത് പത്രം ആളാണേ. ഞാൻ ഈ രാവിലെ പത്രം എടുക്കാൻ പോണ വഴിക്ക് ഒരു ആക്സിഡന്റ് കണ്ടുവിടെ. അത് കണ്ടപ്പോൾ വിളിച്ചറിയിച്ചത് സാറേ. കാറിനുള്ള ആരോ പെട്ടുണ്ട് സാറേ. ആണോ? ഇത് ഏതാ ഏരിയ? ഈ സ്ഥലം വരുന്നത് ചിലങ്കപ്പാടത്തിനടുത്ത് സാറേ. ഓക്കെ, ഞാൻ അറ്റൻഡ് ചെയ്തോളാം. ഓക്കെ, ശരി. ചിലങ്കപ്പാടത്ത് ഇതിപ്പോ ഈ മാസം തന്നെ 7ാമത്തെ ആണല്ലോ. സ്റ്റെഫി, മോളെ സ്റ്റെഫി, പ്ലീസ് ലുക്ക് അറ്റ് മീ ഡിയർ. മോൾ എന്നോട് വാക്ക് പറഞ്ഞതാ ഇന്ന് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാന്ന്. ഇനി വാക്ക് മാറരുത്. ആൻറ്റി, ഞാനെല്ലാം പറയാം. പക്ഷേ വിൽ യു ഡു മീ എ ഹെൽപ്പ്? ഷുവർ. സ്റ്റെഫിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം എന്നോട് തുറന്ന് സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ ഷുവർലി ഐ വിൽ ഹെൽപ്പ് യു. പ്രോമിസ്? ഓക്കെ, പ്രോമിസ്. എനിക്കൊരാളെ കൊല്ലണം ആൻറ്റി. വിൽ യു ഹെൽപ്പ് മീ? അയാളെ എനിക്ക് കൊല്ലണം ആൻറ്റി. എന്നാലേ എൻ്റെ സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ മാറുള്ളൂ. പറ ആൻറ്റി, എന്നെ ഹെൽപ്പ് ചെയ്യില്ലേ? ഹൂ ഈസ് ഹി? ആൻറ്റി, എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു. ഷാൽ ഐ സ്ലീപ് നൗ? Please, Steffi, don't sleep now. Please. I will give you time after this. Please. Who is he? വിവേക്. ടെൽ മീ. സ്റ്റെഫി, ഒരു റിലേഷൻ സക്സസ്ഫുൾ ആവണമെങ്കിൽ മസ്റ്റായിട്ട് വേണ്ടത് എന്താണെന്നറിയോ? പാർട്ട്നേഴ്സ് തമ്മിലുള്ള വിശ്വാസമാണ്. ചതിക്കില്ല എന്നുള്ള വിശ്വാസം. അത് നമുക്കിടയിലില്ലെങ്കിൽ പിന്നെ ഡെഫിനറ്റ്ലി വി ആർ വേസ്റ്റിംഗ് അവർ ടൈം. അതിന് വിവേകിനെ എനിക്ക് വിശ്വാസമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? ബെസ്റ്റ്. സ്നേഹിക്കുന്നയാൾക്കൊരു സെൽഫി, ഒരേ ഒരു സെൽഫി എടുത്ത് അയച്ചു തരാൻ പറഞ്ഞപ്പോൾ പേടിയാണെന്ന് പറഞ്ഞത് പിന്നെ വിശ്വാസം കൂടിയത് കൊണ്ടായിരിക്കും അല്ലേ? ഓ, അതിന് ചോദിച്ചത് മര്യാദയ്ക്കുള്ള സെൽഫി ഒന്നും അല്ലല്ലോ. ഒരല്പം മാനേഴ്സ് ഉള്ള ആളായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും ചോദിക്കില്ല. ഐ എം ഷുവർ. ഓഹോ, എന്നാ പിന്നെ അങ്ങനെ തന്നെ വിചാരിച്ചോ നീ? വിവേക് പ്ലീസ്. വേണ്ട, ചെയ്യരുത്.
ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ആൻറ്റി, ഐ എം സ്കേർഡ് ഓഫ് ഹെർ. ഇപ്പോഴും എനിക്കത് ആലോചിക്കുമ്പോൾ പേടിയാവാ. മോള് ശരിക്കും കണ്ടു ആ സ്ത്രീയെ? കണ്ടു ആൻറ്റി. എനിക്കിപ്പോഴും അവരുടെ മുഖം വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. ഒരു കറുത്ത ഗൗണൊക്കെ ഇട്ട്. ഓക്കെ, മോൾ ഇനി ഒന്നും ആലോചിക്കണ്ട. റിലാക്സ്, റിലാക്സ്. എന്നിട്ട് മോളാ ഫോട്ടോ വിവേകിന് അയച്ചു കൊടുത്തോ? ഫോട്ടോ അയക്കാൻ ഞാൻ വീണ്ടും ശ്രമിച്ചു, ബട്ട് ആ അറ്റംപ്റ്റും ഫെയിലായി. പിന്നെ ഞാൻ വിവേകിനെ വിളിച്ചു. എന്റെ സ്റ്റെഫി, നീ എന്തിനിങ്ങനെ നുണ പറഞ്ഞ് കഷ്ടപ്പെടണേ? ആദ്യം നീ പറഞ്ഞു ഫോട്ടോ എടുക്കാൻ നേരം കറണ്ട് പോയിന്ന്, പിന്നെ അവിടെ ഒരു സ്ത്രീ വന്നു എന്ന്. പോട്ടെ, ആ കള്ളത്തരം ഞാൻ വിശ്വസിച്ചു. ദേ ഇപ്പൊ പറയുന്നു ഫോട്ടോ മെയിൽ അയക്കാൻ നിന്നപ്പോ ഇലക്ട്രിക്കൽ ഫ്ലക്ച്വേഷൻ വന്ന് മോഡം അടിച്ചു പോയിന്ന്. കൊള്ളാം കൊള്ളാം. സത്യം അതാണ് വിവേക്, നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. വാട്സാപ്പ് ഓപ്പൺ ആവാതായപ്പോൾ 3 ഫോട്ടോസാണ് ഞാൻ മെയിലിലേക്ക് അറ്റാച്ച് ചെയ്തത്. പക്ഷേ സെൻഡ് ക്ലിക്ക് ചെയ്ത കൃത്യസമയത്താണ് നല്ല ഹൈ വോൾട്ടേജിലൊരു മിന്നലും വന്നത്. പിന്നെ ആ മോഡം വർക്ക് ചെയ്തിട്ടില്ല. അയ്യോടാ, വാട്ട് എ പിറ്റി. അതെ മോളെ സ്റ്റെഫി, നമ്പർ ഇറക്കുമ്പോ നമുക്കൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന ടൈപ്പ് നമ്പർ ഇറക്കണം. ഹലോ ഹലോ ഹലോ. നിന്റെ എത്ര ഡ്രസ്സുകളാ മോളെ അയൺ ചെയ്യാതെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കണേ? ഇതിങ്ങനെ കൂട്ടി കൂട്ടി ഇരുന്നാ നിനക്ക് തന്നെ പാടാവൂട്ടോ. അല്ല, നീ ഇങ്ങനെ ഇരുന്നാ മതിയോ? നമുക്ക് പുറത്തു പോണ്ടേ? ഞാൻ വരുന്നില്ല, മമ്മി ചെല്ല്. ഇതാരാ മോളെ? ഇവരാണ് അന്ന് രാത്രി എന്റെ മുറിയിൽ വന്ന സ്ത്രീ. നീ വെറുതെ ഓരോ ഇല്ലാ കഥകൾ കേട്ട് ചമക്കല്ലേ മോളെ. എന്താ പറ്റിയ നിനക്ക്? ആരോടായിരുന്നു നേരത്തെ ഫോണിൽ സംസാരിച്ചത്? മമ്മീനോട് ഞാൻ പല തവണയായിട്ട് പറയാ, ഒരു ഫോൺ കോൾ എനിക്ക് വന്ന അതിന്റെ വാലും തുമ്പും അന്വേഷിച്ച് പിന്നാലെ വരരുതെന്ന്. നിങ്ങളുടെ കോൾ ലിസ്റ്റ് ഒന്നും ഞാൻ എടുത്ത് പരിശോധിക്കാറില്ലല്ലോ. അതിന് നീ എന്തിനാ അങ്ങനെ കിടന്ന് ചാടുന്നത്? ഞാൻ ആരാണെന്നല്ലേ ചോദിച്ചുള്ളൂ. അതെന്തിനാ ചോദിക്കുന്നേ? 20 വയസ്സുള്ള ഒരു കോളേജ് സ്റ്റുഡന്റ് ആണ് ഞാൻ. പല കോൾസും എനിക്ക് വരും. അതൊക്കെ മാനേജ് ചെയ്യാനുള്ള മെച്യൂരിറ്റി എനിക്ക് ആയിട്ടുണ്ട്. ഇതൊരു ഫോൺ വന്നാ പിന്നെ ആരാ വിളിച്ചേ ചോദിച്ചോണ്ട് പിന്നാലെ നടക്കും. ഹോ, അത് കേൾക്കുമ്പോണ്ടല്ലോ എന്റെ തല ഈ ചുമരുമ്മൽ ഇടിക്കാനാ തോന്നുന്നേ. അപ്പോ ഞാനിനി നിന്റെ ഒരു കാര്യത്തിൽ ഇടപെടണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ആ, അങ്ങനെയാണ് മമ്മി വിചാരിക്കുന്നെങ്കിൽ വിചാരിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. ആ പറ. എന്താ നേരത്തെ കട്ടാക്കിയേ? അത് മമ്മി കയറി വന്നപ്പോ വെച്ചതാ. അല്ല, നീ പറഞ്ഞത് നിന്റെ ഫോട്ടോസ് മെയിലിലേക്ക് അറ്റാച്ച് ചെയ്തു എന്നല്ലേ? അതെ, എന്താ ഇപ്പോ? അപ്പോ ആ ഫോട്ടോസ് ഒക്കെ നിന്റെ മെയിൽ ഡ്രാഫ്റ്റ് ആയി കിടക്കുന്നുണ്ടാവും അല്ലേ? യാ, മേ ബി. അതിനെന്താ? അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയില്ലേ മോളെ? എങ്ങനെ? നീ എനിക്ക് യൂസർ നെയിമും പാസ്വേഡും തന്നാ പോരെ, പിന്നെ എനിക്ക് ഫോട്ടോസ് ഈസിയായി ആക്സസ് ചെയ്തൂടെ? എന്താ ഇനി അത് തരാനും വിശ്വാസമില്ല എന്ന് പറയോ നീ? നോ, ഐ വിൽ ഗിവ് ഇറ്റ്. എന്നാ പറഞ്ഞോ. വെയിറ്റ്. ഇനിയും പറ്റിക്കരുത് ട്ടാ. ഞാൻ തരാം. എന്നാ പറ. ആ, ഒരു മിനിറ്റ്. യൂസർ നെയിം സ്റ്റെഫി 010, പാസ്വേഡ് Steffi, don't be panic. Don't be panic. Everything is over. You are safe now. Calm down. Calm down. വരൂ. എന്നിട്ട് മോള് വിവേകിന് പാസ്വേഡ് പറഞ്ഞു കൊടുത്തോ? ഇല്ല, എന്നെ കൊണ്ട് അതിനവര് സമ്മതിപ്പിച്ചില്ല. പക്ഷെ ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവൻ എൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് ഫോട്ടോസ് എല്ലാം എടുത്തു. പിന്നെ ഒരാഴ്ച വേണ്ടി വന്നില്ല ആൻറ്റി എന്നെ ലോകം മൊത്തം അറിയാൻ. എന്നെ പറ്റി ആളുകൾ പറയുന്നതൊക്കെ ഞാൻ സഹിക്കാം, കാരണം ഞാൻ തെറ്റ് ചെയ്തെന്ന് എനിക്കറിയാം. പക്ഷേ
എൻ്റെ മമ്മിയെ പറ്റി പറഞ്ഞപ്പോൾ ആൻറ്റി ഞാൻ സൂയിസൈഡിന് ശ്രമിച്ചത്. അതുകൊണ്ട് ആൻറ്റി ഞാൻ പറയുന്നത് ഐ വോണ്ട് ടു കിൽ ഹിം. മോളെ, ഒരു ജീവനെടുത്തല്ല നമ്മൾ റിവെഞ്ച് ചെയ്യേണ്ടത്. അതിനുള്ള അവകാശം നമുക്കില്ല മോളെ. അന്തസ്സായി ജീവിച്ചു കാണിക്കണം നമ്മൾ. ആൻഡ് ദാറ്റ് ഈസ് ദ റിയൽ ബോൾഡ്നെസ്, അല്ലേ? റിവെഞ്ച് ഇസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്. ആൻറ്റി എല്ലാം തുറന്ന് പറഞ്ഞ് എന്നെ സഹായിക്കാന്നല്ല ആൻറ്റി പറഞ്ഞത്. പിന്നെ എന്താ ആൻറ്റി ഇപ്പൊ വാക്ക് മാറുന്നത്? ആൻറ്റി എന്നെ ചതിക്കായിരുന്നല്ലേ? Steffi! Steffi, please! Listen to me! Steffi! Please look here! Vivek is coming! Shoo. Steffi, do you want to kill him? Yes, I want to kill him. Please think twice. Do you want to kill him? Yes, I want to kill him. I want to kill him. I repeat. Do you want to kill him? Yes, I want to kill him. Then go ahead. Kill him. ആൻറ്റി എനിക്ക് പേടിയാവുന്നു. ഐ കിൽ ഹിം. മോൾ എന്തിനാ പേടിക്കുന്നേ? ഐ എം എ മർഡറർ നൗ. മോളോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതല്ലേ റിവെഞ്ച് ഇസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ് എന്ന്. എന്നിട്ട് മോള് കേട്ടോ? നമ്മുടെ വികാരങ്ങൾക്ക് മുകളിൽ എപ്പോഴും നമ്മുടെ വിചാരം നിൽക്കണം മോളെ. Then only we can take apt decisions. എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് ആൻറ്റി. ഐ റിപ്പൻ നൗ ബട്ട് ഐ ലോസ്റ്റ് മൈ ലൈഫ്. ഐ കിൽ ഹിം. Steffi, do you want to live peacefully? Yes, I want to. സംഭവിച്ചതെല്ലാം വെറും സ്വപ്നമായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നുണ്ടോ സ്റ്റെഫിക്ക്? Yes, ആൻറ്റി. ഓക്കെ, സ്റ്റെഫിക്ക് ഞാനൊരു ചാൻസ് കൂടി തരാം. ബട്ട് സ്റ്റെഫി എനിക്കൊരു വാക്ക് തരണം. തരുമോ? യെസ് ആൻറ്റി. ഇനി സ്റ്റെഫി ഒരിക്കൽ ആത്മഹത്യയെ പറ്റി ചിന്തിക്കില്ല. ഇല്ല, ഞാൻ ചിന്തിക്കില്ല. ഇനി സ്റ്റെഫിയുടെ മനസ്സിനെ അലട്ടാൻ കഴിഞ്ഞു പോയ ഒരു സംഭവങ്ങൾക്കും കഴിയില്ല. യു ആർ എ ബോൾഡ് ഗേൾ നൗ, ഇസ് ഇറ്റ്? യെസ്, ഐ ആം. Then you are going to wake up with a smile. 1, 2, 3. Feeling better? യെസ്. Take rest. മരുന്നിന്റെ ഒരു സെഡേറ്റീവ് എഫക്റ്റ് ഉണ്ടാവും. മോളൊന്ന് മയങ്ങിക്കോ. ഓക്കെ? ഡോക്ടർ, സ്റ്റെഫി ഇപ്പൊ സ്റ്റേബിൾ ആണോ? സ്റ്റെഫി ഇപ്പം സ്റ്റേബിളാണ്. പക്ഷേ ഇനി സ്റ്റെഫിക്ക് വേണ്ടത് ആസ് ഹെർ മദർ നിങ്ങളുടെ സ്ട്രോങ് സപ്പോർട്ടാണ്. ഹിപ്നോസിസിലൂടെ ഒരു ഫേക്ക് വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അവളുടെ ഉള്ളിലുള്ള സ്ട്രെസ്സിനെയും ഡിപ്രഷനെയും ഒക്കെ നമ്മൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. ബട്ട് അതൊരു ട്രിക്ക് മാത്രമാണ്. ഉറക്കമുണർന്ന് റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുന്ന സ്റ്റെഫി കാണേണ്ടത് അവൾക്ക് സംഭവിച്ചു പോയ തെറ്റുകൾക്കെല്ലാം മാപ്പ് കൊടുത്ത ഒരു നല്ല മമ്മിയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഷീ വിൽ ബി ബാക്ക് വിത്ത് ഹെർ ഫുൾ പൊട്ടൻഷ്യൽ. അതർവൈസ് വിത്തിൻ 24 hours ഷീ വിൽ ലൂസ് ഹെർ സ്റ്റെബിലിറ്റി. അവളൊന്ന് നോർമലായി കാണാൻ ഞാൻ എന്ത് സാക്രിഫൈസിനും തയ്യാറാണ് ഡോക്ടർ. ഗുഡ്. ഹിപ്നോസിസിനിടയിൽ സ്റ്റെഫി പറഞ്ഞിരുന്നു ഇടയ്ക്കിടെ അവളൊരു സ്ത്രീരൂപം കാണാറുണ്ടായിരുന്നെന്ന്. ഒരുപക്ഷെ അവൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ഫാൻറ്റസി ആയിരിക്കും. എന്നാലും അങ്ങനെ വല്ല ഹാലുസിനേഷൻസും വന്നതായി അവൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ?
വാട്ട് ഇസ് ദിസ്? ഇത് സ്റ്റെഫി വരച്ചതാണ്. ഇവരെയാണ് അന്ന് സ്റ്റെഫി ബെഡ്റൂമിൽ കണ്ടെന്ന് പറഞ്ഞത്. ആദ്യമൊന്നും ഞാനും വിശ്വസിച്ചിരുന്നില്ല ഡോക്ടർ. ബട്ട് സ്റ്റെഫിയുടെ ഫോട്ടോസ് വന്ന അതേ പോൺ സൈറ്റിൽ തന്നെ ഇവരുടെ ഫോട്ടോസും ഞാൻ കണ്ടിരുന്നു. ഹൂ ഇസ് ഷീ? സ്റ്റെഫിക്ക് സംഭവിച്ചതുപോലൊരു സിമിലർ ഇൻസിഡന്റിന്റെ വിക്ടിമാണ് ഇവരും. ബട്ട് 2 മാസം മുമ്പ് ചിലങ്കപ്പാടത്തിന് സമീപം നടന്ന ഒരു ആക്സിഡന്റിൽ ഇവർ കൊല്ലപ്പെട്ടു എന്നാണ് അറിഞ്ഞത്. അതൊരു മർഡർ ആണെന്നും പറയുന്നു ഡോക്ടർ. ഓക്കെ, സ്റ്റെഫി ഉറക്കമുണർന്ന നിങ്ങൾക്ക് പോകാം. ഇന്ന് രാത്രി അവളെ തനിച്ചു കിടത്തരുത്. കാരണം സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത ഡ്രഗ്സ് ചിലപ്പോൾ വല്ല ഹാലുസിനേഷൻസും തോന്നിച്ചേക്കാം. സോ ബി വിത്ത് ഹർ, ടേക്ക് കെയർ ഓഫ് ഹർ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സ്റ്റെഫി ജേക്കബ്. നിങ്ങളിൽ പലർക്കും എന്നെ അറിയായിരിക്കും. കാരണം കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂഡ് ഫോട്ടോസ് എൻ്റേതാണ്. ഈ ദിവസങ്ങളിൽ തന്നെ 1000-ഓളം മെസ്സേജുകൾ എനിക്ക് വന്നു കഴിഞ്ഞു. അതിൽ 80% എന്നെ അബ്യൂസ് ചെയ്തുകൊണ്ടുള്ള മെസ്സേജുകളാണ്. പിന്നെ ഒരു 10% ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബാക്കി 10% ചോദിക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള സെൽഫി ഫോട്ടോസ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ അയച്ചു കൊടുക്കുമോ എന്നാണ്. അതിൽ ഒരു ഫോട്ടോയ്ക്ക് 10,000 രൂപ വരെ ഓഫർ ചെയ്തവരുമുണ്ട്. എന്തായാലും എനിക്ക് വന്ന എല്ലാ മെസ്സേജുകൾക്കുമുള്ള മറുപടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം. ഇവിടെ വൈറലായ എൻ്റെ ഫോട്ടോസൊന്നും ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്ത് തല വെട്ടിയൊട്ടിച്ചതൊന്നുമല്ല. നിങ്ങൾ കണ്ടത് എൻ്റെ ജെനുവിൻ ഫോട്ടോസ് തന്നെയാണ്. ഒരാളുടെ ഇന്റൻഷൻസ് മനസ്സിലാക്കാതെ അയാളെ വിശ്വസിച്ച് പോയത് കൊണ്ട് മാത്രം എനിക്ക് സംഭവിച്ച ഒരു അബദ്ധമാണത്. എൻ്റെ ഭാഗം ഞാനിവിടെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. കാരണം എനിക്ക് സംഭവിച്ചത് തെറ്റ് തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. ഒരു സ്യൂസൈഡ് അറ്റംപ്റ്റിൽ സർവൈവ് ചെയ്ത ആളാണ് ഞാൻ. ലൈഫിൽ കിട്ടിയ ഈ സെക്കൻഡ് ചാൻസ് വേസ്റ്റ് ചെയ്യാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. എന്നെ അബ്യൂസ് ചെയ്തവരോട് എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ. തെറ്റുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നല്ല മാറ്റത്തിന് ഞാൻ തയ്യാറാണെങ്കിൽ വിൽ യു സപ്പോർട്ട് മീ? എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായ ആളോടും എനിക്കൊന്നേ പറയാനുള്ളൂ. റിവെഞ്ച് ഈസ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ്. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതിൻ്റെ പേരിൽ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഡീആക്ടിവേറ്റ് ചെയ്യാനോ മൊബൈൽ നമ്പർ മാറ്റാനോ സൊസൈറ്റിയെ പേടിച്ച് വീട്ടിലിരിക്കാനോ ഒന്നും ഞാൻ തയ്യാറല്ല. ബിക്കോസ് ഐ വോണ്ട് ടു ലിവ് മൈ ലൈഫ് ആൻഡ് യു ക്യാൻ ഓൾവേസ് കണക്ട് മീ ഹിയർ. ഇറ്റ്സ് മീ സ്റ്റെഫി ജേക്കബ് സൈനിങ് ഔട്ട്. അളിയ പറ. എന്തോന്നാണത്? ഒറ്റ വീഡിയോ കൊണ്ട് അവൾ അങ്ങോട്ട് വാഴ്ത്തപ്പെട്ടവളായി പോയല്ലോ. ഫേസ്ബുക്ക് അങ്ങോട്ട് തുറന്ന കംപ്ലീറ്റ് എണ്ണം ഐ സപ്പോർട്ട് സ്റ്റെഫി ഇത് മാത്രം കാണാണല്ലോ. ജ്ഞാനസ്നാനം കഴിപ്പിച്ചു കൊടുത്ത് ഞാനല്ലേ രാജേഷേ. അപ്പൊ പിന്നെ വാഴ്ത്തപ്പെട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നീ കണ്ട അവള് പോസ്റ്റ് ചെയ്ത വീഡിയോ? കണ്ടു. പിന്നെ അതിൽ നിന്നെ പറ്റി അവള് പറഞ്ഞു കേട്ടില്ലേ? പിന്നെ റിവെഞ്ച് ഈസ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ് അല്ലേ? വരട്ടടാ, ആര് വേണേലും വരട്ടെ. റിവെഞ്ചിനായി വരുന്ന കൈകളെ ഉയർത്തിപ്പിടിപ്പിച്ചുകൊണ്ടൊരു സെൽഫി എടുപ്പിച്ചിട്ടല്ലേ നമ്മൾ വിടുള്ളൂ. ഓ സമ്മതിച്ചോട്ടളിയാ നിന്നെ. അളിയ ഒരു കോള് വരുന്നുണ്ടോ, ഞാൻ നിന്നെ വിളിക്കാം. ഓക്കേടാ ശരി. ഹലോ മൈ ഡിയർ. ഓ, നമ്മളൊരു ഫോട്ടോ ചോദിച്ചാൽ തരാൻ എന്താ നാണം. പാതിരാത്രി നമ്മളെ വിളിച്ച് സൊള്ളാൻ ഒരു മടിയുമില്ല. ഇനി മിക്കവാറും നിനക്കതിന്റെ ആവശ്യം വേണ്ടി വരില്ല. അതെന്താ, ഫോട്ടോ അയച്ചിട്ടുണ്ടോ? അതൊക്കെ മേലെ. പിന്നെ നീ എന്താ കെട്ടിയനെ ഉപേക്ഷിക്കാൻ പോവാണോ? അതൊക്കെ മേലെ. നീ ടെൻഷൻ അടിപ്പിക്കേണ്ട കാര്യം പറ. Husband is not here, my boy. ഓഹോ, അപ്പൊ ഞാൻ തന്ന ഓഷോന്റെ പുസ്തകം നീ വായിച്ചു അല്ലേ? പിന്നെ അപ്പൊ യോഷു ആണ് നാട്ടിലെ സകലമാന ആമ്പിള്ളേരെയും വഴിതെറ്റിക്കുന്ന കക്ഷി. ഹലോ ഹലോ.
ഹലോ, SI ബിജോയ് സാറല്ലേ? അതെ, ആരാ? സാറേ, ഞാൻ ഈ കുരിയച്ചിറ ഭാഗത്ത് പത്രം ഇടുന്ന ആളാണേ. ഞാൻ ഈ രാവിലെ പത്രം എടുക്കാൻ പോണ വഴിക്ക് ഒരു ആക്സിഡന്റ് കണ്ടുവിടെ. അത് കണ്ടപ്പോൾ വിളിച്ചറിയിച്ചത് സാറേ. കാറിനുള്ള ആരോ പെട്ടുണ്ട് സാറേ. ആണോ? ഈ ഭാഗത്ത് വേറെ ആരെയും കാണാനുമില്ല. ഇത് ഏതാ ഏരിയ? ഈ സ്ഥലം വരണത് ചിലങ്കപ്പാടത്തിനടുത്ത് സാറേ. ഓക്കെ, ഞാൻ അറ്റൻഡ് ചെയ്തോളാം. ഓക്കെ, ശരി.